ഹലോ ഗൈസ്, ലെറ്റ്സ് വെൽക്കം ബാക്ക് ടു ആൻമാർലീസ് യൂട്യൂബ് ചാനൽ. ഇന്നൊരു സാറ്റർഡേ ആട്ടോ, അതുപോലെ തന്നെ എനിക്കിന്ന് ഓഫുള്ളൊരു ദിവസം കൂടെയാണ്. അപ്പം ഞാൻ ഓർത്തു ഇന്ന് കുറച്ച് ക്ലീനിങ് റൂട്ടീൻസ് ആൻഡ് കുറച്ച് എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ചെയ്യാമെന്നോർത്തു. അതിനോടനുബന്ധിച്ചാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. സോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് അല്ല, ഒരു പാഷൻ ക്ലീനിങ് വ്ളോഗ്. കുറച്ച് ദിവസമായി ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട്. സോ ഗൈസ്, ലെറ്റ്സ് വെൽക്കം ബാക്ക് ടു ആൻമാർലീസ് യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ ഷെയർ ടു എവ്രിവൺ. എനിവേ, കുറേ നാൾ കൂടിയാണ് ഞാൻ ഇത്രയും നേരം കിടന്നുറങ്ങുന്നത്. ഇപ്പം സമയം 8 മണി. ഞാൻ എഴുന്നേറ്റത് 7 മണിക്കായിരുന്നു. വെറുതെ ഇരുന്ന് ബോറടിക്കുന്നതിനേക്കാളും എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാം എന്നോർത്തുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് പ്രോഗ്രാംസ് എടുത്തത്. പിന്നെ ഞാനിത് കംപ്ലീറ്റ്ലി സ്ട്രെസ്ഫുള്ളായിട്ട് എടുത്തൊരു പരിപാടിയാട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഇതെല്ലാം ചെയ്തു വെക്കാനായിട്ട്. എന്നാൽ പിന്നെ ചെയ്യാം എന്ന് ഞാനും വിചാരിച്ചു. കാരണം എന്തായാലും ഞാനിവിടെ ഇരിക്കുമല്ലേ, ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ക്ലീനിങ് റൂട്ടീൻസിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പരിപാടികളെല്ലാം തീർക്കാനായിട്ട് നമുക്ക് പറ്റും ഗൈസ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഞാൻ കുറച്ച് ചെടി മേടിച്ച് വെച്ചായിരുന്നു. കുറച്ചെന്ന് പറഞ്ഞാൽ 2-3 ചെടികൾ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഞാനാണെങ്കിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി 2 ചെടിയും കൂടെ ഉണ്ട്. അപ്പോൾ 2 ചെടിയും സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കുഞ്ഞൊരു ഗാർഡൻ പോലെ ഉണ്ട് എനിക്ക്. നമ്മളെല്ലാവരും കൂടെ നോക്കുന്നൊരു ഗാർഡൻ കേട്ടോ. അതൊന്ന് നമ്മൾ 3ാമത്തെ സെഗ്മെന്റിലേക്ക് കടന്നിരിക്കുകയാണ്. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയും ഞാൻ തുടച്ചില്ലെങ്കിൽ അമ്മ തുടയ്ക്കുന്നതായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് പൊടികൾ നമ്മുടെ ഈ പരിസരങ്ങളിലൂടെ ഉണ്ട് കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ, നല്ല രീതിയിലുള്ള ചുക്രിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എത്രയൊക്കെ തുടച്ചു എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്രയൊക്കെ നമ്മൾ വൃത്തിയാക്കിയെന്ന് പറഞ്ഞാലും നല്ല രീതിയിലുള്ള പൊടികളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏറ്റവും കൂടുതൽ എൻ്റെ റൂമിലേക്ക് കയറിയാൽ കുറച്ചൊക്കെ പൊടികൾ കൂടുതലായിട്ട് കാണാൻ പറ്റും. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ തുടച്ച് എല്ലാ ദിവസവും വൃത്തിയാക്കും. തുടച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി, കുറച്ച് ആഴ്ചകളായി എന്ന് തന്നെ വേണം പറയാനായിട്ട്. അപ്പം ഞാനിപ്പോൾ കൂടുതലായിട്ട് എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവരും വീട്ടിൽ അത്യാവശ്യം ഒരാഴ്ച അഥവാ ഒന്നും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 വീക്സ് കൂടുമ്പോൾ എങ്കിലും ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും ഗൈസ്. ആക്ച്വലി ഗൈസ്, ഞാനിത് എന്താണെങ്കിൽ ഒരു പ്രപ്പോസലിൽ കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ട്രൈപോഡിന് എന്തോ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അത് നിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്യൂ പോയിന്റിൽ കാണിക്കുന്നത് കേട്ടോ. എനിക്ക് കറക്റ്റ് സൂം ചെയ്യാനൊന്നായിട്ട് പറ്റുന്നില്ല. ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ രൂപക്കോടാണ്. മൈ മോസ്റ്റ് ഫേവറേറ്റ് പ്ലീസ്. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ രൂപക്കൂടിൻ്റെ മുൻപിൽ ചെലവഴിക്കുന്നത് വളരെ ചുരുക്കം സമയം മാത്രമാണ്. ജസ്റ്റ് ഇതിലേയും പാസ് പറയുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാലോ. അതാണ് സത്യം. കൂടുതൽ നേരം ഒന്നും ചെലവഴിക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. അതിനേക്കാൾ ഉപരി സമയം കണ്ടെത്തുന്നില്ല എന്ന് വേണം പറയാൻ. പക്ഷേ ഞാനൊരു കാര്യം പറയാം. എൻ്റെ റൂമിൽ ഞാനും ചെറിയൊരു കുഞ്ഞൊരു രൂപക്കൂടൊക്കെ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിനേക്കാൾ ഉപരി ഞാൻ ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഐ വിൽ ഷോ യു. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നൊക്കെ. പിന്നെ ഇവിടെ അമ്മ എല്ലാ ദിവസവും തന്നെ ക്ലീൻ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അധികം പൊടിപടലങ്ങളൊന്നും ഈ ഒരു പോർഷനകത്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുമില്ല, കണ്ടുപിടിക്കേണ്ടതായിട്ടും ഇല്ല. കാരണം എല്ലാ
ദിവസം അമ്മ ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പം ഇങ്ങനെ ഓരോ ദിവസം അവധി എടുത്തിരിക്കുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ ഡ്യൂട്ടീസാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തുടച്ച് വൃത്തിയാക്കി നമ്മുടെ മുകളിൽ വരെ എത്തി, 2ാമത്തെ നില വരെ എത്തി. ഞാൻ മടുത്തു. സമയം 12:30 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിവിടെ എല്ലാം തുടയ്ക്കാനുണ്ട്. തുടങ്ങി കൂടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ഏകദേശം ക്ലീനിങ് റൂട്ടീൻ തീരും. നമ്മുടെ റൂമിനെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇട്ടുണ്ടല്ലോ, നമ്മൾ ഈ ഗ്ലാസ് ഒരാഴ്ച അല്ലെങ്കിൽ മിനിമം ഒരു 1 വീക്ക് കൂടുമ്പോൾ എങ്കിലും ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും. നമ്മൾ ഒരു 2 ആഴ്ച കുടുംബത്തിന് ഏകദേശം ഇതെല്ലാം വൃത്തിയാക്കാനുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ, അതായത് പുറത്തിറങ്ങി ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഷെയ്ഡിൽ നിന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ ഒരു ടൈമിൽ ഇതായിട്ട് പറ്റില്ല, കാരണം നല്ല വെയിലാണ്. സോ ഗൈസ്, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കുറച്ച് ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നു എനിക്കിവിടെ ഒരു കുഞ്ഞൊരു ചെറിയ ഗാർഡൻ ഉണ്ടെന്നുള്ളൊരു കാര്യം. ഈ ബാക്കിലായിട്ട് കണ്ട ചെറുതാട്ടോ, ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല ഇതിനകത്ത്. അപ്പം ഇതിനകത്ത് ഒരു 1-2 ചെടികളും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ച് മണ്ണൊക്കെ ഇടാനൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടത് ഇറങ്ങിയേക്കുവാണ് ഗൈസ്. ഇനി അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ തീരാറായിട്ടുണ്ട്. ഞാനൊരു 1/2 hour ഉറങ്ങിയിട്ടാണ് ഈ ഒരു വന്ന് നിൽക്കുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഗാർഡൻ്റെ പരിപാടികൾ നമ്മൾ ചെയ്യാൻ തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ പുതിയ 3 ചെടികൾ മേടിച്ചു. അതിൽ ഒരെണ്ണത്തിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് പാത്രത്തിലേക്ക് എടുത്ത് വെച്ച് അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇനി 2 ചെടികളും കൂടിയുണ്ട്. അപ്പം അതെല്ലാം കൂടി ഒന്ന് റെഡിയാക്കാനുണ്ട്. ആക്ച്വലി ഞാൻ ഈ മേടിച്ച് വെക്കുന്ന ചെടികളുടെ ഒന്നും പേരുകൾ എനിക്കറിയത്തില്ല. ഇതിൻ്റെ പേര് യുജീനിയ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയാണ്. അപ്പം ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അതങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചെടികളെല്ലാം മേടിച്ചേക്കുന്നത്. ഞാൻ ആക്ച്വലി ഇത് ബ്രൈറ്റ്നെസ് കുറച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഭയങ്കര ഡിമ്മായിട്ടിരിക്കുന്നത്. 1 minute. അപ്പോൾ ഗൈസ്, ഡിം ലൈറ്റെല്ലാം ചേഞ്ച് ചെയ്ത് ബ്രൈറ്റ് ലൈറ്റിലേക്ക് നമ്മൾ വന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഗാർഡൻ മേക്കിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ്. ഗാർഡൻ മേക്കിങ്, വെജിറ്റബിൾ ഗാർഡൻ, പച്ചക്കറിത്തോട്ടം എല്ലാം എനിക്കിഷ്ടമാണ്. പക്ഷേ ഇതെല്ലാം ചെയ്യാനായിട്ടുള്ളൊരു ആഗ്രഹം മാത്രമുള്ളൂ. അതുപോലെ തന്നെ ആ ഒരു ആഗ്രഹത്തിൽ ഞാനിതെല്ലാം ചെയ്തു വയ്ക്കും. പക്ഷേ നമ്മളതിനെ പരിപാലിക്കുക എന്നൊരു കർമ്മം കൂടെ ഉണ്ടല്ലോ, അത് എനിക്ക് വളരെ കുറവാണ്. അങ്ങനെ പല ചെടികളും കുള്ളിലേണ്ടായി പോയിട്ടുണ്ട് കേട്ടോ. പുറത്തുള്ളതല്ല, അകത്ത് ഇൻറ്റീരിയർ പ്ലാന്റ് പോലെ ഞാൻ കുറച്ച് മണി പ്ലാന്റ് വളർത്തിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചീഞ്ഞു പോയി. അപ്പം വാട്ടെവർ ഇറ്റ് ഈസ്, നമ്മൾ കുറച്ചധികം ചെടികൾ നമുക്ക് ഇവിടെ പുറത്തുണ്ട്. നമ്മുടെ ഫാഷൻ ഫ്രൂട്ടൊക്കെ വളർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. പയർ, അതെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഈ 2 ചെടികൾ, ഈ ചെടിയുടെ പേര് ആർക്കെങ്കിലും അറിയാമോ? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. ദേ ഇഷ്ടം പോലെ ഫാഷൻ ഫ്രൂട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പഴുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. നോക്കൂ, പൂക്കളൊക്കെ വന്ന് നിൽക്കുകയാണ്. കുറേ ഉണ്ട് കേട്ടോ ഫാഷൻ ഫ്രൂട്ട്, ഒരുപാട് തന്നെ വളർന്ന് കിടപ്പുണ്ട്. പക്ഷെ ഒന്നും തന്നെ പഴുത്തിട്ടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇങ്ങനെ കിടക്കണേന്ന്? ഇത് വേറെ ഒന്നും കൊണ്ടല്ല,
നമ്മളുടെ വീടിൻ്റെ ഇവിടെ, അതായത് നമ്മൾ വല കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വല പൊട്ടിപ്പോയാണ് ഇതെല്ലാം ഇങ്ങനെ വളർന്ന് കിടക്കുന്നത്. ഇത് ഞാൻ നട്ട പയറാണ് ഗൈസ്. എനിക്കത് പറയുന്നതിൽ അഭിമാനം മാത്രം. ഈ ലാസ്റ്റത്തെ 2 ചെടിക്കുട്ടന്മാരെയാണ് നമ്മൾ ഇപ്പോൾ നട്ട് വെച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് പേരാണ്. അങ്ങനെ നമ്മുടെ ഗാർഡൻ വികസിപ്പിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇത് ഇന്നലെ നട്ട് വെച്ചതായിരുന്നു. ആക്ച്വലി ഈ ഒരു ചെടി 3 ദിവസം മുൻപ്, അതായത് 3 ദിവസം മുമ്പ് മേടിച്ചു വെച്ചതായിരുന്നു. ഇപ്പോഴാണ് ചട്ടികളിലേക്കൊക്കെ നമുക്ക് മാറ്റാനുള്ള സമയം കിട്ടിയത്. ഇത് അന്ന് തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അന്നല്ല, അതിൻ്റെ പിറ്റേ ദിവസം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ കാണിച്ച ആ 2 എണ്ണമാണ് നമ്മൾ ഇന്ന് അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ ക്ലീനിങ്ങിൻ്റെ ലാസ്റ്റ് ഘട്ടവും കഴിഞ്ഞു. നമ്മുടെ ചെടി നമ്മൾ നടുകയും ചെയ്തു. ഈ മുറ്റം ഫുൾ നമ്മൾ ക്ലീനും ചെയ്തു. ആൻഡ് ഗൈസ്, ഞാനൊരു ഫാഷൻ ഫ്രൂട്ട് പറിച്ചു. ഇത് പഴുത്തില്ലെന്ന് അറിയത്തില്ല. ഇതിങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് ഞെങ്ങുന്നുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് അത് പഴുത്തിട്ടുണ്ടായിരിക്കുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇനി ഈ ഒരു കാർ കുറച്ചും കൂടെ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് ഏകദേശം തീരും. എനിവേ ഞാനത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യുന്നില്ല. അപ്പം നമ്മളുടെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഒരു വീഡിയോ നല്ല പോസിറ്റീവായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വിചാരിക്കുന്നു എന്ന് പറയുന്ന വേർഡ് കുറച്ച് നേരമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ ഗൈസ്. എനിവേ, നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ദിസ് ഇസ് ആൻ മാർലി and stay tuned for the next video.